കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായിയുടെ സർക്കാരും അതിനു മുമ്പ് കേരളത്തെ തീരെഴുതി വിറ്റ UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് അവർ രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നു. BJP സ്വന്തം ശക്തി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം നൽകിയിട്ടുള്ള സംഭാവനകൾ പോസിറ്റീവാവട്ടെ നെഗറ്റീവാവട്ടെ UDFിൻ്റെ അതിനു മുമ്പത്തെ ഭരണവുമായി കമ്പയർ ചെയ്യുമ്പോൾ പിണറായി നായകനാണോ വില്ലനാണോ? അത് ഒരു വല്ലാത്ത ചോദ്യമാണ്. നമുക്കിപ്പോൾ രണ്ടുത്തരേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഒന്നിൽ പിണറായി നല്ല ആൾ, അല്ലെങ്കിൽ നായകൻ, അതല്ലെങ്കിൽ വില്ലൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിണറായിനെ അടുത്ത് നിന്ന് കണ്ട് എന്താ പറയുന്നത് സംസാരിച്ചിരുന്നില്ല. ആയിക്കൂടി ഒരു തവണ 96 മറ്റേ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ലാവലിൻ്റെ ഇടപാട് നടന്നപ്പോൾ ലാവലിൻ്റെ ഇടപാടൊന്നും ഞാൻ ചോദിച്ചില്ല. അന്ന് ലാവലിൻ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ്. അതെ, ആ സമയത്ത് ലാവലിൻ്റെ വന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഒരു കാര്യമുള്ളത്, എനിക്ക് വലിയ ബഹുമാനം തോന്നിയത് കേരളത്തിൽ വൻ പവർ കട്ട് ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഈ മനുഷ്യൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ വിത്തിൻ 3 months സ്വന്തമായിട്ട് പരിഹരിച്ച് കൈ കൊടുത്തു. കേരളത്തിൽ അതെങ്ങനെയാണ് സാർ ഒരു 3 മാസം കൊണ്ട് കാലങ്ങളായിട്ടുള്ള പവർ കട്ട് ഒരു മന്ത്രി വന്ന ഉടനെ പരിഹരിക്കുന്നത്? അത് ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നോ നമുക്ക് വൈദ്യുതി മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനൊരു ഇച്ഛാശക്തി വേണം, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അത് പിണറായിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സാറത് പറയുമ്പോൾ ആളുകൾ പറയും പിണറായി വൈറ്റ് വാഷ്. ഇല്ല, എനിക്ക് പിണറായിനെ വൈറ്റ് വാഷ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഒന്നാമത്തെ എനിക്ക് മാർക്സിസ്റ്റുകാരെ ഇഷ്ടമല്ല, പിണറായിനെ തീരെ ഇഷ്ടമല്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇഷ്ടമല്ലാത്തത്. മൈ ഗോഡ്, ഈ ലോകത്തെ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തെ എല്ലാത്തിൻ്റെയും പ്രധാന ഉത്തരവാദിത്വം ഇവരുടെ ഈ മാർക്സിസ്റ്റ് ഐഡിയോളജിയാണ്. അതൊരു ഔട്ട്ഡേറ്റഡ്, കാലഹരണപ്പെട്ട ഐഡിയോളജിയാണ്. ഏത് മാർക്സിസ്റ്റ് CPIM ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 3 കുരങ്ങന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. ലെനിൻ, സ്റ്റാലിൻ, പിന്നെ മാവോ സേതുങ്. ഇവർക്ക് ഇന്ത്യയായിട്ട് എന്ത് ബന്ധം? നമ്മൾ ഇവരെയാണോ ഫോളോ ചെയ്യേണ്ടത്? ലെനിൻ ചത്തതും സിഫിലിസ് പിടിച്ച്, സ്റ്റാലിനെ തല്ലിക്കൊന്നു. മാവോ എന്താ പറയുക, മാവോയുടെ പേഴ്സണൽ ലൈഫിനെയൊക്കെ പറ്റി വായിച്ചു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പും. എംഗൽസ് ഉണ്ട്, അത് വെച്ചോട്ടെ, കുഴപ്പമില്ല. എംഗൽസും മുതലാളിയാണ് അയാൾ, വെച്ചോട്ടെ. ഈ കേരളം കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഫാർ ബെറ്റർ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, AK ആൻ്റണി ആയിക്കോട്ടെ, അച്യുതാനന്ദൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരിലേക്ക് നായനാർ ഒരു കോമാളി, ശുദ്ധ കോമാളിയായിരുന്നു. അങ്ങേർക്ക് ഭരിക്കാനായിട്ടൊന്നും അല്ലായിരുന്നു. അങ്ങേരെ അവിടെ നിന്ന് ഈ വില കുറഞ്ഞ തമാശ പറയാൻ മാത്രമേ അദ്ദേഹം ഇരുന്നിട്ടുള്ളൂ. പിണറായി ഓൾ സെഡ് ആൻഡ് ഡൺ, ഹി വാസ് എ വെരി ഗുഡ് ടഫ് ടാസ്ക് മാസ്റ്റർ. അദ്ദേഹം നന്നായിട്ട് ഭരിക്കാനും അറിയാം, നിർത്തേണ്ടവരൊക്കെ നിലയ്ക്ക് നിർത്താൻ. കരുണാകരൻ ഭരിച്ചിട്ട് കേരളത്തിന് എന്തെങ്കിലും ഒരു ഡിസേണബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? പിണറായി ഭരിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് വർക്ക് നടത്തി ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ലോക കേരള സഭ, ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി. അതൊക്കെയാണ് കട്ടുമുടിക്കുന്നതാണോ ക്രെഡിറ്റ്? പിന്നെ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ആ പൊസിഷനിൽ കയറുന്ന അദ്ദേഹം ഇപ്പം, ഞാനൊരു കാര്യം പറയാം, കേരളത്തിൽ അറിയപ്പെടുന്ന വളരെയധികം ആൾക്കാർ ആദരിക്കപ്പെടുന്ന 2 ബിസിനസ്സുകാരെൻ്റെ അടുത്ത് പറഞ്ഞ് പിണറായി ഒരു 10 വർഷം മുമ്പേ കേരള മുഖ്യമന്ത്രിയായിട്ട് വരണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ പുതിയ ഐഡിയാസിനൊക്കെ വളരെ സസെപ്റ്റബിൾ ആണ്. അതൊക്കെയാണ്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നാഷണൽ ഹൈവേ VS അച്യുതാനന്ദൻ പറഞ്ഞ എന്താണ്, എൻ്റെ ശവത്തിൽ ചവിട്ടിട്ട് ഇതിന് വീതി കൂട്ടുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ സഖാവ് രാജീവ് ഉൾപ്പെടെ സമരം ചെയ്താണ് ഇതിനെതിരെ. പിണറായി വന്നപ്പോൾ പുഷ്പം പോലെ മോദിക്ക് നടത്തി കൊടുത്തു. അതെ, അതേപോലെ അദ്ദേഹത്തിന് പരാജയപ്പെട്ടത് റെയിൽ, ഈ പറഞ്ഞ പോലെ വാക്സിൻ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ഫോണൊക്കെ, അതിലൊന്നും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കമലാന്നാണോ? മിക്കവാറും ആയിരിക്കും, അത് വേറെ ഞാൻ നോക്കിയിട്ട് കാണാനൊന്നുമില്ല. അപ്പം ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ എന്താ വാടിക്കൽ രാമകൃഷ്ണൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അതൊക്കെ ഉള്ളതാണ് സാറേ. മഴുവിനും പിണറായി വെട്ടിക്കുന്നു എന്നൊക്കെ എല്ലാ തെളിവുണ്ടെന്നല്ലേ പറയണേ. പുറത്ത് ഷാജിയൊക്കെ പറഞ്ഞു നടക്കുന്നത്. അല്ല, സാക്ഷി പറയാനായിട്ട് ആരും വരില്ല. നല്ല കാര്യമേ. ഇപ്പോൾ എനിക്ക് 51 വട്ടം 66 വട്ടം കൊണ്ട് ചാവാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഒരു നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കേരള സംസ്ഥാനം ഭരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു നേതാവിനെ പറ്റുള്ളൂ. എത്ര മോശമാണ് അവിടുത്തെ ജനങ്ങൾ. പിന്നെ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. കേരളത്തിലെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ AK ആൻ്റണി വലിയ ആദർശ ധീരനാണെന്നൊക്കെ പറഞ്ഞു കേരള മുഖ്യമന്ത്രി. അദ്ദേഹം ഡൽഹി പോയിട്ട്
നമ്മുടെ ചൈനയിൽ ബോർഡർ കിട്ടിയിട്ടില്ല. ചൈനയിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് പോകാനായിട്ട് റോഡില്ല. ചൈനക്കാർക്ക് കാശുണ്ട്, നമുക്ക് അതുപോലെ കാശില്ല. പിന്നെ റോഡ് കെട്ടിക്കഴിഞ്ഞാൽ ചൈനക്കാരാണ് ഇങ്ങോട്ട് കയറി വരും. ഇതാണോ പറയണത്? പിന്നെ ഏതോ ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ കണ്ട് അടിച്ച് സല്യൂട്ട് ചെയ്തപ്പോൾ ബോധം കിട്ടും. ഞാൻ ചുമന്നുകൊണ്ട് പോകണം. ഇതാണ് രാജ്യരക്ഷാ മന്ത്രി എന്നൊക്കെ പറയുന്നത്. രാജ്യരക്ഷാ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ളത് നിർമ്മലാ സീതാരാമൻ കുറച്ച് നാളിരുന്നു. ശരിക്കും ഒരു വനിത, അതാണ് ഒരു ഉരുക്കു വനിത എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് എത്ര മാന്യമായിട്ടാണ് ഭരിക്കണത്. രാജ്നാഥ് സിംഗിനെ കണ്ടാലും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ഇത് ചൊല്ലില്ലേ, യഥോ രാജ തഥാ പ്രജ. നമുക്ക് അർഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം, പിണറായി. വേറെ ഒരു തൽക്കാലം വേറെ CPM-നകത്ത് ബ്രിട്ടാസാ കേരള മുഖ്യമന്ത്രി ആവാൻ പോണ, അല്ലെങ്കിൽ ബേബിയാ, അതോ മറ്റേ തോമസ് ഐസക്കോ? രാജീവിനാക്കിയാൽ അയ്യോ മൈ ഗോഡ്. ഇപ്പം തന്നെ പറയണ എന്താ പറയണ, ഒരു മുതലാളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അവർ പറയണ 10 വർഷം മുമ്പേ പിണറായി മുഖ്യമന്ത്രി ആവണമായിരുന്നു. ഇയാളെ പറ്റി പറയണ, വ്യവസായ മന്ത്രിനെ പറ്റി പറയണ ആർത്തിപ്പണ്ടാരം എന്നാണ് പറഞ്ഞത്. എന്തോരം കാശ് കിട്ടിയാലും മതിയാവാത്ത മന്ത്രി. രാജീവോ? എന്തേ ചെയ്യാൻ പറ്റാത്ത എന്താ കാര്യം? ഇതൊക്കെ പിടിക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ശക്തിധരൻ ഒരു ലേഖനം എഴുതിയില്ലേ, പനമ്പിനകത്ത് നോട്ട് കെട്ടി. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കേട്ടോ. എന്താ പി രാജീവിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞ പി രാജീവ് സത്യസന്ധനാണെന്നൊന്നും ഞാൻ പറയില്ല. രാഷ്ട്രീയക്കാർ പൊതുവെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ആൾക്കാരെന്ന് പറയുന്നത് അത്ര നല്ല ശുദ്ധന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സാറിനോട് ഏതോ മുതലാളി പറഞ്ഞതല്ലേ? പിന്നെ ഇല്ല, പേര് ഞാൻ പറയണത് അവരുടെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്നത്. അവർ പറയണത് നമ്മളൊരു പുതിയ പ്രപ്പോസലുമായിട്ട് പിണറായിയുടെ അടുത്ത് ചെന്നാൽ അദ്ദേഹം അത് വളരെ എന്താ പറയുന്നത്, ഇതോടുകൂടി ക്ഷമയോടുകൂടി കേട്ടിരിക്കും. അത് നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ അദ്ദേഹം അപ്പം തന്നെ പറയും, അതല്ലെങ്കിൽ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനൊന്നും പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിന് എന്താ പറയുക, ചുറ്റും 82 വയസ്സായ ആൾക്ക്. ഇനിയിപ്പോൾ അങ്ങേർക്ക് ചെയ്യാവുന്ന ഈ തവണയും കൂടി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ മണിശങ്കരയ്യർ പറഞ്ഞ പോലെ വീണ്ടും കേരള മുഖ്യമന്ത്രി ആവണം എന്നാണ് ഭരണമെന്ന് പറയുന്നത്. മണിശങ്കരയ്യറല്ലേ പറഞ്ഞത്? മണിശങ്കർ ആയതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അയാൾ രാജീവ് ഗാന്ധിയുടെ PA ആയിട്ട് നടന്നിരുന്ന പഴയ IFS ഉദ്യോഗസ്ഥനാണ്. അയാൾ വിദേശകാര്യ സർവീസിലുണ്ടായത്. അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താ? ഒന്നുമില്ല. പോയി എൻജോയ് ചെയ്യുക, ജീവിതം മൊത്തം എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞേച്ച് വന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി. അങ്ങനെ നരസിംഹറാവ് പ്രധാനമന്ത്രി ആയപ്പോഴാണ് ഈ മണിശങ്കർ അയ്യറെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുത്തത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രിയോ ഒക്കെ ആയിട്ടാണ് എടുത്തത്, പഞ്ചായത്ത് രാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഗ്രാമവികസനവും പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടത്തി എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് വളരെ അറഗൻ്റാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിണറായി വിജയനൊക്കെ എത്രയോ ഭേദമാണെന്നറിയാമോ? അതെയോ? പിന്നെ ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഇയാൾ പത്രങ്ങളുടെയും TV ചാനലുകളുടെയും സഹായത്തോടു കൂടി ഇങ്ങനെ പിടിച്ച് നിൽക്കണതാണ് ഇയാൾ. ഇപ്പോൾ ഇവിടെ ഒന്ന് പിണറായി വിജയന് സ്തുതി പാടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാളെ പണ്ട് ഒരു ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലൊക്കെ ഇയാൾ പഠിച്ചത്. അന്നോട്ട് ഇയാൾ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു റിക്രൂട്ടായിട്ട് അയാൾ വർക്ക് ചെയ്ത്. അങ്ങനെ KGBക്കും CIAക്കും അങ്ങനെ ചില ആൾക്കാരുണ്ട്. കിം ഫിൽബിനെ പറ്റി കേട്ടിട്ടില്ലേ? ബ്രിട്ടീഷ് സീക്രട്ട് ഏജന്റ് ആയിരുന്നു, ഹെഡായിരുന്നു. അയാൾ KGBയുടെ ഏജന്റ് ആയിരുന്നു. ഡബിൾ ഏജന്റ്. അയാൾ KGB നേരത്തെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് അപ്പോൾ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു അയാൾ. അപ്പോൾ അതേപോലെ റിക്രൂട്ട് ചെയ്ത ഒരു ഉത്തമ പൗരനാണ് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്നത്. എല്ലാ ജീവിതത്തിലും ഇയാളുടെ കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒന്നും ഉണ്ടായിട്ടായിരുന്നു. അയാൾ വിമാനാപകടത്തിൽ മരിച്ചുപോയി. അയാളുടെ ഒരു അനിയൻ മറ്റേ സ്വാമിനാഥൻ ആംഗ്ലേസറിയ അയ്യർ എന്ന് പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതാറുണ്ട്. അപ്പോൾ പിന്നെ ഇയാളുടെ പേഴ്സണൽ ലൈഫൊന്നും എന്താ പറയണ, അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതമൊന്നും അത്ര വലിയ റോൾ മോഡൽ ആണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശശി തരൂറൊക്കെ ഫാർ ബെറ്ററാണ്. ശശി തരൂർ ഓന്താണെന്ന് പുള്ളി പറഞ്ഞു. ശശി തരൂർ പലതും ശശി തരൂർ ഓന്ത്, KC വേണുഗോപാൽ ഗുണ്ട, സതീശൻ സെക്കുലർ. അപ്പോൾ പിന്നെ കുടുംബത്തിൽ വരാൻ കൊള്ളൂല എന്നർത്ഥം. ഈ സതീശന് സെക്കുലറാന്ന് പറഞ്ഞാൽ ചീത്ത വേടാണ് ഇപ്പോൾ. ആണോ? പിന്നെ അത് നമ്മൾ ഒരു വാക്ക് ആവശ്യമില്ലാത്തടത്ത് അനാവശ്യമായിട്ട് തിരികെ കയറ്റി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില പോകും. അതിൻ്റെ വേർഡ് ഈസ് ബീങ് പ്രോസ്റ്റിറ്റ്യൂട്ടഡ്. ആ വാക്ക് വ്യഭിചരിക്കുകയാണ്. സെക്കുലർ എന്നുള്ള വാക്ക് ഇന്ത്യയിൽ ചേരാത്ത വേടാണ്. ഈ
ഭരണഘടന 950 നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പ്രിയബിളില്ല, അന്നില്ല. 76 കള്ളത്തരം കാണിച്ചിട്ടാണ് ഈ സെക്യുലർ എന്നുള്ള വാക്ക് കുത്തിക്കയറ്റിയത്. എന്താവശ്യത്തിന്? ആരെങ്കിലും പറഞ്ഞോ സെക്യുലർ എന്നുള്ള വാക്ക് വേണമെന്ന്? എന്താവശ്യത്തിന് അവർ സെക്യുലർ എന്നുള്ള വാക്ക് കുത്തിക്കയറ്റി? സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ സിസ്റ്റം വെയർ റിലീജിയൻ ഡസ് നോട്ട് ഹാവ് എനി റോൾ. മതത്തിന് ഈ ഗവൺമെൻറ്റിന് ഒരു സ്വാധീനം ഇല്ലാത്ത രാജ്യമാണ് അല്ലെങ്കിൽ ഭരണകൂടമാണ് സെക്യുലർ ഭരണകൂടം എന്ന് ഉദ്ദേശിക്കണം. ഡിക്ഷണറിയിൽ പറയണം. ഇവിടെ നല്ല കാര്യം, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ അല്ല, മറ്റേ കോൺഗ്രസ്സുകാരാണെങ്കിലും ഇവിടുത്തെ CPM-കാരാണെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ താടിക്കാരന്മാരുടെ തലക്കെട്ടുകാരുടെ അനുമതി ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ബിഷപ്പ് ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, അവിടെ ചെല്ലും കൈമുത്താനായിട്ട്. ബിഷപ്പുമാർക്ക് ഇപ്പോൾ പല വിലയില്ല. അല്ല, പാമ്പ്ലാനിക്കൊക്കെ നല്ല വിലയല്ലേ? പാമ്പ്ലാനി പിന്നെ എന്തെന്നാ മറ്റേ ആ ക്ലീമിസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിരാമനുണ്ടല്ലോ, ഇവർക്കൊക്കെ നല്ല വിലയല്ലേ? ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയല്ലേ ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം മുഴുവനും. പക്ഷെ മറ്റൊരു കഴിഞ്ഞുള്ള വിലയുള്ളൂ, മറ്റൊരു കഴിഞ്ഞുള്ള വിലയുള്ളൂ. ഫസ്റ്റ് ചോയ്സ് അവിടെയാണ്. ഫസ്റ്റ് ചോയ്സ് എപ്പോഴും അതെ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, അരപണിയായിരുന്നു പ്രധാനം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു പിൻ പ്രിക്സ് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ അരക്കള്ളൻ ബാലൻ, AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമി തിരിച്ചു വരും എന്ന് പറഞ്ഞില്ലേ. AK ബാലൻ ഫുൾ നെയിം അല്ലേ, നല്ല പേരല്ലേ ഇട്ടിരിക്കുന്നത്. സാറിന്റെ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് കാഷ്വൽ ആയിട്ടൊക്കെ പോകും. അരക്കള്ളം പല പെട്ടെന്ന് പറയും, ശ്രദ്ധിക്കൂല. അതെ, അതേപോലെ ഗോവിന്ദനൊക്കെ വിളിച്ചു പറയണ. ഗോവിന്ദനാണെങ്കിൽ അപ്പക്കച്ചവടത്തിൻ്റെ ഉസ്താദാണ് ഗോവിന്ദൻ. ഇപ്പോൾ കേരളയിൽ കൊണ്ടത് ഈ പിണറായി ചെയ്തിരിക്കുന്ന ഒരു വലിയ മണ്ടത്തരാണ്. ഗോവിന്ദനെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കിയിരിക്കണം. അയാൾക്ക് പാവം സ്കൂളിലെ ഡ്രിൽ മാഷ്, അയാൾക്ക് വേറെ എന്താ അറിയാം, കടിച്ചാൽ പെട്ടാത്ത കുറേ വാക്കുകൾ പറയും. പറഞ്ഞ പിണറായിക്ക് ഭീഷണിയല്ലേ സാർ? ആരാ? ഗോവിന്ദൻ അല്ല. മൈ ഗോഡ്. അപ്പോൾ പിന്നെ പിണറായി എടുത്ത ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. പിണറായിക്ക് പാരയാവുന്ന ആരെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി സീറ്റിൽ വെക്കാൻ പറ്റുമോ? ഇവർ ഈ ഡയലക്ടിക് മെറ്റീരിയൽസും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വികെനെ പറ്റിയിട്ട് MP നാരായണപിള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. വികെൻ ചിത്രകാരനല്ലേ? അപ്പോൾ MP നാരായണപിള്ള എഴുതിയിട്ടുണ്ട് വികെൻ്റെ ശൈലി ഇങ്ങനെയാണ്: ഞാനും രൈരു നായരും കൂടി വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെക്കുറിച്ച് പറഞ്ഞ് തല തല്ലി ചിരിച്ചുകൊണ്ട് വരികയായിരുന്നു. അത് വായിച്ചിട്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധം വയ്ക്കണമായിരുന്നു. അവർക്ക് അതും മനസ്സിലായാലും അവരെ ആക്ഷേപിച്ചതാണ്. സോ ദിസ് ഈസ് ദ തിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് പിണറായി വിജയൻ. പിന്നെ ഇപ്പം ഈ ശബരിമല മോഷണം നമുക്കിപ്പോൾ പറഞ്ഞോളൂ, അത് ഞാൻ ഈശ്വര വിശ്വാസിയാണ്. ഈശ്വര വിശ്വാസിയായിട്ടുള്ളൊരു വ്യക്തി തെറ്റ് ചെയ്യാൻ പാടില്ല. ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാം. പിണറായി നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വിജയൻ എന്ന് പറഞ്ഞ എന്താ പാർത്ഥൻ അല്ലെങ്കിൽ അർജുനൻ എന്നുള്ളതിൻ്റെ മറ്റൊരു പര്യായമാണ്. കമല BJP-കാരിയാണ്, പേര് താമര, വീണ, പിന്നെ വിവേകാനന്ദന്റെ ഓർമ്മയ്ക്കാണ് വിവേക് എന്നിട്ടിരിക്കുന്നത്. വീണയാണെങ്കിൽ വീണാ പുസ്തകധാരിണി എന്നാണ് പറയണത് മുഴുവനും. പഠിക്കാൻ വളരെ മിടുക്കാണെന്നുള്ള ആ കുട്ടിയും. അമൃത കോളേജുകാർ നിർബന്ധിച്ച് സീറ്റ് കൊടുത്തതാണ് അവർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിട്ടാവുന്ന ഒരു നല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ. അപ്പോൾ അടുത്ത പ്രാവശ്യം പിണറായി മുഖ്യമന്ത്രിയാവും. പിണറായിക്ക് നേരിയ അഡ്വാൻറ്റേജ് ഞാൻ ഇപ്പോഴും എന്താ പറയുന്നത് വിശ്വസിക്കുന്നത് പിണറായി വിജയനാണ് അഡ്വാൻറ്റേജ്. സെക്യുലർ സതീഷിന് മുഖ്യമന്ത്രി ആവാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിലും സാധ്യതയുണ്ട് ഷാഫി പറമ്പിൽ. ഇതൊക്കെ നോക്കി ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസിന് അല്പം ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂഴിക്കടക്കന് അടിയൊക്കെ കാണാം. നമുക്ക് കാണാം, നോക്കിക്കോളാം. ഇവർ ആരെങ്കിലും ഒരാളെ പേര് പറയട്ടെ, ഞാൻ ഇന്നാളെ മുഖ്യമന്ത്രിയാണെന്ന്. CPM അറ്റ്ലീസ്റ്റ് പറയണ്ടല്ലോ പിണറായി ആയിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി. അപ്പം അതിൻ്റെ അടുത്ത് ആ മനുഷ്യന് കേപ്പബിലിറ്റി ഉണ്ടെന്നല്ലേ അർത്ഥം. അവരുടെ പ്രധാന വോട്ട് ഗെറ്റർ പിണറായിയാണ്. പലരും പറയണ്ടായി പിണറായിനെ കഴിഞ്ഞവണ അയാളുടെ പടമൊന്നും കാണാനുണ്ടായിരുന്നില്ല. 2021 ഇലക്ഷനിൽ 99 സീറ്റ് നേടി പിണറായി മുഖ്യമന്ത്രിയായില്ലേ. എന്നിട്ട് 2016 അച്യുതാനന്ദൻ എന്ത് പ്രായം ഉണ്ടായിരുന്നു? 88-86 വയസ്സുള്ള പ്രായമുള്ള മനുഷ്യനെയാണോ മുഖ്യമന്ത്രി ആക്കേണ്ടത്? എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത മനുഷ്യൻ. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷണർ അദ്ദേഹം എന്ത് ചെയ്തു? എന്നിട്ട് പുള്ളിക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു, ഒരു മൂലക്കഞ്ഞി. മുഖ്യമന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവി, പിന്നെ ഒരു ടയോട്ട കാറും കൊടുത്തു തോന്നുന്നു, ക്യാമറിയോ എന്തോ കൊറോള എന്തോ ഒരു കാറും കൊടുത്തു തോന്നുന്നു. അദ്ദേഹത്തിന് സഹായിയായിട്ട്, അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ ചീഫ് സെക്രട്ടറി CP നായർ സാറിന്.
അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളറിയാം, ഇപ്പോൾ വ്യവസായം വരുമ്പോൾ എന്ന രീതിയിൽ കൊണ്ടുവരണം, ഇതൊക്കെ അങ്ങേർക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ നിന്ന് കിഫ്ബി PP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമെങ്കിലും ഇവിടെ നടക്കേണ്ട രീതി എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പിണറായി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ ദ്രോഹിച്ച, ശബരിമല ഉൾപ്പെടെയുള്ള വിശ്വാസങ്ങളെ തകർത്തെറിയാൻ ശ്രമിച്ച ആളാണ്. അപ്പോൾ ഹിന്ദുക്കളായ വോട്ടർമാർ പിണറായിക്ക് വോട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ CPM വോട്ട് ചെയ്യുമോ? ഇപ്പോൾ ഈ കോടതിയിൽ അവരിപ്പോൾ കൊടുക്കാൻ പോണ എന്തായാലും പറയണേ അഫിഡവിറ്റ് സത്യവാങ്മൂലം, അതിനൊക്കെ ആസ്പദമാക്കിയിട്ടിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. ഒരു എന്താ പറയണ അപരാധം, അറ്റോൺമെന്റ്. കൊണ്ടു നടന്നതും നീയെ ചാപ്പ, കൊണ്ടുപോയി കൊന്നതും നീയെ ചാപ്പ. അല്ല, ഈ ശബരിമല പ്രശ്നത്തിലെ ഞാനൊരു കാര്യം പറയട്ടെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയൻ തോക്കേണ്ടതല്ലായിരുന്നു? അങ്ങനെയാണെങ്കിൽ തോറ്റില്ലല്ലോ. തോറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കി എന്താ, കോൺഗ്രസ്സുകാർ പറഞ്ഞുണ്ടാക്കി വിജയൻ RSSകാരുമായിട്ട് ബന്ധമുണ്ടാക്കി, പിന്നെ എന്നൊന്നിട്ട് പറഞ്ഞ ഒരു സ്വാമിയായിട്ട് എന്താ ബന്ധമുണ്ടാക്കി. ദാറ്റ്സ് ഓൾ നോൺസെൻസ്. എത്ര പേർക്ക് ആൾക്കാർ വോട്ട് ചെയ്യണ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അവരും കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും പിന്നെ എന്താ പറയണ ആൻ്റണിയൊക്കെ ഭരിക്കണ അവർ കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ വൻ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചേ? അദ്ദേഹം ആ മണ്ഡലത്തിൽ ഇനി നിന്ന് ജയിക്കുന്ന എനിക്ക് തോന്നണില്ല. പുതുപ്പള്ളിയിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരിക്കണ അയാള്. അപ്പോൾ ഇവർ ജയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിച്ചിട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് ജയിക്കാൻ പറ്റുക, നിലമ്പൂർ. അതാ മറ്റേ എന്താ പറയണ കോയമാരുടെ വോട്ട് കൊണ്ടാണ് ഇയാൾ ജയിച്ചത്. എന്താ പറയണ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ജയിച്ചത്. ബാക്കി നോക്കിക്കോളൂ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ UDFന് എന്താ പറയണ, ഞാൻ അത്ര വലിയൊരു ഫുൾ മാർക്കൊന്നും കൊടുക്കണില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും LDFന് തന്നെയാണ് ഒരു നേരിയ അഡ്വാൻറ്റേജ്. ഞാൻ അന്ന് പറഞ്ഞത് പറയുന്നു. ആൻഡ് പിണറായി ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ. ഇത് മണിശങ്കർ അയ്യർ പറഞ്ഞത് കാരണമൊന്നുമല്ല, അല്ലാണ്ട് തന്നെ എനിക്ക് തോന്നുന്നു. എൻ്റെ ഐ എം നോട്ട് എ ഗുഡ്. CPM ഇനി LDFന് കിട്ടിയാൽ പിണറായിയെ മാറ്റാനുള്ള വല്ല സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടാവും. കാരണം ഇവർ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണല്ലോ, ബേബിയും പിന്നെ ഐസക്കും പിന്നെ ബ്രിട്ടാസും കൂടി. അവർക്ക് 3 പേര്, അവർ 3 പേരോട് വിചാരിച്ചാൽ നടക്കുമോ? ഇപ്പോൾ ഈ പവർ പൊളിറ്റിക്സ് അല്ലേ, ജനങ്ങൾ നേരിട്ടിട്ടല്ലല്ലോ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കണം. പാർട്ടി അതിലിപ്പോൾ പിണറായിക്ക് കിട്ടാൻ സാധ്യത. ബേബി ജനറൽ സെക്രട്ടറിയാണ്, ഇയാള് ഐസക്ക് അതിൻ്റെ ഏതാണ്ട് കഥ കഴിഞ്ഞു, കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെയുള്ളത് ബ്രിട്ടാസ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കഷ്ടിച്ചേ ഉള്ളൂ. ഒന്നും വേണ്ട. നമ്മൾ ഈ CPMനെ പറ്റിയിട്ട് നമുക്കൊന്നും അറിയാൻ പാടില്ല എന്നാണ് വിജയൻ പറഞ്ഞിട്ടുള്ളത്. പലവട്ടം ഒന്നും അറിയില്ല എന്ന്. പിന്നെ ഇവരെപ്പോഴും ഈ പറയുന്ന മുദ്രാവാക്യമില്ല, കടന്നു പോ പുറത്തുനിന്ന്. അദ്ദേഹം ആരോടാ പറഞ്ഞ കടന്നു പോകാൻ പുറത്താനായിട്ട്? പത്രക്കാരോട് അദ്ദേഹം വിളിച്ചിരുന്നു അവരെ. സുനിൽ എത്രയോ വർഷം പത്രത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സുനിലിനെ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ വരണുണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമോ സുനിൽ? അല്ലെങ്കിൽ പത്രസമ്മേളനം ഷെഡ്യൂൾ ചെയ്യണം, അല്ലെങ്കിൽ പബ്ലിക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ചെല്ലണം. ഇതല്ലാണ്ട് അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്ന് അവിടേക്ക് എല്ലാം കൂടി ഇടിച്ചു തീർച്ചില്ല. പിന്നെ അങ്ങനെയുള്ളവരോട് ഇറങ്ങി പോകാൻ അല്ലാണ്ട് പിന്നെ വേറെ എങ്ങനെയാ പറയുക? കടന്നു പോകുന്നതുകൊണ്ടാണ് പത്രക്കാരെ ഇറക്കി വിട്ടത്. വലിയ കുഴപ്പമൊന്നുമില്ല പിണറായി പറഞ്ഞതിൽ. ഇവര് അത്രയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. മറ്റു മുഖ്യമന്ത്രിമാരെ വിരട്ടിവിട്ടിട്ട് നേരിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. യെസ്. ഞാൻ ജയലളിത പത്രക്കാരെ വിളിച്ച് വിരട്ടേണ്ട കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ പുറകെ നിങ്ങൾ മൈക്കും കുന്തവും കുടച്ചക്രമായിട്ട് വരരുത്, എനിക്കിഷ്ടമല്ല. ഡോണ്ട് കം ആൻഡ് ടോർമെന്റ് മീ. ഇഫ് ഐ വാണ്ട് ടു ടോക്ക് സംതിങ് ടു യു, ഐ വിൽ ടോക്ക് ടു യു. അപ്പം ഞാൻ നിങ്ങളെ വിളിച്ച് പത്രസമ്മേളനം നടത്താം എന്ന് ജയലളിത പറഞ്ഞാണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിജയൻ ഈ പറഞ്ഞ പോലെ കടന്നു പുറത്തുനിന്നും കണ്ട് ഒരു തവണ കടക്ക് പുറത്തുനിന്നുള്ളത് അതൊരു യാദൃശ്ചികമല്ല. പിന്നെ കുറേ പേർക്ക് എന്താ പറയണേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, പെൻഷനൊക്കെ. അതൊക്കെ ചെയ്യാത്ത ഏത് സർക്കാരാണുള്ളത്? സാധാരണ ഒരു പിണറായി മാനായിട്ട് മാറും. അല്ല, റിയാലിറ്റി പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ എനിക്കും UDF വരുന്നതിൽ താല്പര്യമില്ല. കാരണം AK ബാലൻ പറഞ്ഞ അരക്കള്ളൻ ബാലൻ എന്നല്ല, പക്ഷേ അദ്ദേഹം ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ UDF ഭരിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും. തീർച്ചയായിട്ടും ഒരു സംശയമുണ്ടോ ആ കാര്യത്തിൽ? അപ്പോൾ ബംഗ്ലാദേശിലെ അനുഭവങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് UDF അധികാരത്തിൽ വരണമെന്ന് വ്യക്തിപരമായി താല്പര്യപ്പെടാത്ത ഒരാളാണ് ഞാൻ.
UDF വരണമെന്ന് ഞാനും ആട്ടും ആഗ്രഹിക്കണില്ല തീർച്ചയായിട്ടും. തമ്മിൽ പക്ഷേ ഭേദം പിണറായി അല്ലേ? തമ്മിൽ ഭേദം തൊമ്മൽ എന്ന് പറഞ്ഞ പോലെ തമ്മിൽ ഭേദം വിജയം തന്നെയാണ്. CPM-ൽ ഇപ്പോൾ തൽക്കാലം പിണറായിനെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ആരുമില്ല. ആ കാലിബറുള്ള ആ സ്റ്റേച്ചറുള്ള നേതാക്കന്മാർ ആരുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞത് പബ്ലിക് ഫംഗ്ഷനിൽ? പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണാണ് പിണറായി വിജയൻ എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത്. അതുകൂടി ഓർക്കണം. അത് മാത്രമല്ല, പിണറായി വരുമ്പോൾ മോദി എണീറ്റ് അങ്ങോട്ട് എന്നും കൈക്ക് പിടിച്ച് സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി. അതെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും മനസ്സിലാക്കണം എന്താണെന്ന്. പക്ഷേ വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച CPM-ൻ്റെ സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരുവനന്തപുരത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ചെന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആട്ടിപ്പായിച്ചു പിണറായി. പിണറായി ഒരു ഇഞ്ചും മാറിയിട്ടില്ല. മാറില്ല. 82 വയസ്സായ ആ മനുഷ്യനെ ഇനി നമ്മളെങ്ങനെ മാറ്റാനായിട്ടാണ്? പിന്നെ അദ്ദേഹം എന്താ പറയേണ്ടത്, നിർത്തേണ്ടടുത്ത് നിർത്താൻ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്. പാർട്ടിക്ക് അകത്തുള്ളവരെയും പാർട്ടിക്ക് പുറത്തുള്ളവരെയും അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈസ് റീസണബിളി. അപ്പോൾ ഒരു തവണ കൂടെ മലയാളി അനുഭവിക്കേണ്ടി വരും തീർച്ചയായും. ജോസഫൈൻ പറഞ്ഞ പോലെ എന്നാ അനുഭവിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പമാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക.